ഹായ് ഫ്രണ്ട്സ്, എലാൻഡസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ 2023 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നാണ്. അതിന് 5 മാർക്കാണ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്, ദി ഷിപ്പ്റക്കഡ് സെയിലർ എന്നുള്ള പാഠത്തെ. അപ്പം അത് വായിച്ചിട്ട് ആൻസർ ചെയ്യാനാണ് 5 ചോദ്യങ്ങൾക്കും. അപ്പം നിങ്ങൾ വായിച്ചു നോക്കാം. ഞാൻ ചോദ്യം വായിച്ചിട്ടൊന്ന് ആൻസർ പറഞ്ഞുതരാം. വാട്ട് വാസ് ദി നാരേറ്റേഴ്സ് ഫസ്റ്റ് ഇംപ്രഷൻ? എന്താണ് നാരേറ്ററിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ? അത് ഇവിടെ തന്നെ ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് എങ്ങനെ എഴുതാതെ ആൻസർ ആയിട്ട്? ദി നാരേറ്റേഴ്സ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് eternally alone in the middle of the ocean. അതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻ ടു ദി ഷിപ്പ്? എന്താണ് ഷിപ്പിന് സംഭവിച്ചത് എന്നാണ്. എന്താണ് സംഭവിച്ചത്? ദി ഷിപ്പ് പ്ലങ്ക്ഡ് ഇൻ ടു ആൻ അമേസിങ് ആൻഡ് ഡിസപ്പിയർഡ്. അതാണ് ആൻസർ വരുന്നത്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡിസ്ക്രൈബ് ദി ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ജൂലിയോ അമാഡോർ കാരബെല്ലോ. എന്താണ് പറയുന്നത്? കാരബെല്ലോൻ്റെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് എഴുതാനാണ് പറയുന്നത്. അപ്പം എന്തൊക്കെ എഴുതാം? ജൂലിയോ അമാഡോർ കാരബെല്ലോ, ദി ടോൾ വെൽ-built officer who was yelling at someone, fed so hold there എന്നാണ് ഉത്തരം. ഇതാണ് ഉത്തരം കേട്ടോ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇത്തിരി ഫാസ്റ്റായിട്ട് പോവുകയാണ്. എന്താ പറഞ്ഞാൽ കുറച്ച് സമയമുള്ളൂ, നമ്മൾക്ക് അത്രേ ടൈമുള്ളൂ പഠിക്കാനൊക്കെ. അപ്പോൾ നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ഔട്ട് ദി വേർഡ് വിച്ച് മീൻസ് സ്പ്രെഡ് റാൻഡംലി. അപ്പം എന്താണ് ചോദിക്കുന്നത്? സ്പ്രെഡ് റാൻഡംലി എന്നുള്ള വേർഡിൻ്റെ അതേ അർത്ഥം വരുന്ന വേർഡ് ഈ പാസേജിൽ നിന്ന് എടുത്ത് എഴുതാനാണ് വരുന്നത്. എന്തെന്നാണ് ഉത്തരം വരുന്നത്? പ്ലങ്ക്ഡ് ആണ് ഉത്തരം വരുന്നത്. ഷിപ്പ് പ്ലങ്ക്ഡായി. ദി ഷിപ്പ് പ്ലങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ആടെ ഒരു പ്ലങ്ക്ഡ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. ആ വേർഡാണ് ഇതിൽ വരുന്ന ആൻസർ. ഓക്കെ, നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് എ ഡേ വാസ് ഇറ്റ്? എന്താണ് അന്നത്തെ ഡേ കൈൻഡ് ചെയ്യുന്നത്? എന്താണ് അന്നത്തെ ഡേനെ കുറിച്ച് ഇതിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ എന്നാണ് ഇതിൻ്റെ ഉത്തരം. അപ്പം ഈ ഒരു 5 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആക്കി ആൻസർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 6 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ഫ്രം എ റെയിൽവേ കാരേജ് എന്നുള്ള പാഠത്തിൽ നിന്നുള്ളൊരു പോയിന്റ് തന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ പോയിന്റിൻ്റെ ഭാഗം വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. 4 മാർക്കാണ് ഈ ഒരു ഇതിന്. അപ്പം എന്താണ്, നമുക്കൊന്നത് ഫാസ്റ്റായിട്ട് വായിച്ച് വിടാം. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്, ആൻഡ് ചാർജിങ് along like troops in a battle, all trot the meadows, the horses and cattle, all of the sides of the hill and the plain, fly as thick as driving rain, and ever again in the wink of an eye, പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസ്റ്റിൽ ബൈ. ഇതാണ് ഈ ഒരു പോയം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി പോയം എബൌട്ട്? എന്താണ് പോയത്തിൽ പറയുന്നതെന്നാണ്. എന്തിനെക്കുറിച്ചാണ് പോയത്തിൽ പറയുന്നതെന്ന് അതെല്ലാവർക്കും അറിയാം. ട്രെയിൻ ജേണി. അപ്പോൾ അവിടെ ട്രെയിൻ ജേണി എന്ന് ഉത്തരം എഴുതാം. വിച്ച് ലൈൻ ഷോസ് ദി ഹൈ സ്പീഡ് ഓഫ് ദി ട്രെയിൻ? ഏത് ലൈനാണ്, ഏത് വരിയാണ് ട്രെയിനിൻ്റെ ഹൈ സ്പീഡ്
പറയുന്ന വരി എന്നാണ് ചോദ്യം. എന്താണ്? ഫാസ്റ്റർ ദാൻ ഫെയറീസ് ഫാസ്റ്റർ ദാൻ വിച്ചസ്. ഈ വരിയാണ് ട്രെയിനിൻ്റെ ഹൈ സ്പീഡ് കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്നൊരു വരി, ലൈൻ. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് എനി 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദി ലൈൻസ് ഗിവൺ. എന്താണ് പറയുന്നത്? ഈ ഒരു കവിതയിൽ നിന്ന്, ഈ ഒരു പോയത്തിൽ നിന്ന്, ഈ പോയത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് എന്താണ് രണ്ട് ജോഡി റൈമിംഗ് വേർഡ്സിനെ എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ റൈമിംഗ് വേർഡിനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വായിക്കുമ്പോൾ തന്നെ. അപ്പം ഏതൊക്കെയാണ്? നമുക്ക് ഒരുപാട് ജോഡീസ് ഉണ്ടാക്കാം. വിച്ചസ് ആൻഡ് ഡിച്ചസ് ഒരു ജോഡി, ബാറ്റിലും കാറ്റിലും ഒരു ജോഡിയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും തന്നെ ആയാൽ നമുക്ക് 2 ജോഡി കിട്ടി. അപ്പോൾ ഒരു നമുക്ക് മാർക്ക് എന്തായാലും ഇതിന് കിട്ടും. വേറെയും ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. റെയിന് പ്ലെയിന് റെയിന് അത് വരും കേട്ടോ. അതൊരു ജോഡി റൈമിംഗ് പെയർസാണ്. പിന്നെ ബൈ അതൊരു ജോഡിയാണ് കേട്ടോ റൈമിംഗ് പെയർസിൻ്റെ ഒക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദി ലൈൻസ് ഗിവൺ. ഈ ഒരു പോയറ്റിലെ ലൈൻസിൽ നിന്ന് സിമിലി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സിമിലി നമ്മൾക്ക് ഇപ്പോൾ സിമിലിയുടെ ഇക്വേഷനൊന്നും അറിഞ്ഞുകൂടാ, സിമിലി എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ സിമിലി ആണെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ലൈക്കോ ആസോ ഉണ്ടെങ്കിൽ അത് സിമിലിയാണ്. ഇവിടെ ഇപ്പോൾ ലൈക്കോ ആസോ ഉള്ളത്, ലൈക്കോ ആസോ ഉണ്ടെങ്കിൽ എന്താണ്? അത് സിമിലിയാണ്. അപ്പോൾ ഇവിടെ ലൈക്കുള്ളൊരു വരി ഉണ്ടല്ലോ, ആൻഡ് ചാർജിങ് എലോങ് ലൈക്ക് ഡ്രോപ്സ് ഇൻ എ ബാറ്റിൽ. ഇതാണ് കേട്ടോ ആൻസർ. അപ്പോൾ ഇവിടെ ലൈക്ക് വന്നിട്ടുണ്ട്. ലൈക്കോ ആസോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ഈ ഒരു ലൈക്കോ ആസോ വരുന്നതാണ് സിമിലി എന്നത് ഓർമ്മിച്ച് വെച്ചാൽ ഇങ്ങനൊരു ചോദ്യം വന്നാൽ എന്തായാലും ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, റീഡ് ദി പാസേജ് വായിച്ചിട്ട് നമ്മൾ 10 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താനാണ് പറയുന്നത്. അപ്പോൾ അതിന് 5 മാർക്കാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്, മാർക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. പാസേജ് നിങ്ങൾ തന്നെ വായിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വാട്ട് ഡിഡ് അക്ബർ ഗിഫ്റ്റ് ടു ഹിസ് ക്വീൻ. എന്താണ് അക്ബർ തൻ്റെ ക്വീനിനെ ഗിഫ്റ്റ് കൊടുത്തത്? എന്താണ് ഇത്? ഇവിടെ തന്നെ ഉണ്ട്. ആൻസേഴ്സ് ഞാനിവിടെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. ടൈം വളരെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂം ഡിഡ് അക്ബർ ആസ്ക് ഫോർ ഹെൽപ്പ്. അപ്പോൾ ഇതിവിടെ ആൻസർ ഞാൻ കൊടുക്കുന്നുണ്ട്. അക്ബർ ആസ്ക്ഡ് ബീർബൽ ഫോർ ഹെൽപ്പ്. അക്ബർ ബീർബലിനോട് ഹെൽപ്പ് ആവശ്യപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ബീർബൽ ആസ്ക് ഈച്ച് സസ്പെക്റ്റ് ടു ഡു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ബീർബൽ ആസ്ക്ഡ് ഈച്ച് സസ്പെക്റ്റ് ടു ഗോ എലോൺ ഇൻ ദി ടെൻറ്റ് ആൻഡ് ഹോൾഡ് ദി ഡോങ്കീസ് താജ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദി സ്റ്റോറി. ദി സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ബീർബൽ ആൻഡ് ഹിസ് ഫ്രണ്ട് എന്നാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേര്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ യൂസിങ് ദി ഹിൻസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ചിട്ട് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ചെറിയ പ്രൊഫൈൽ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ള 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് സിമ്പിളായിട്ട് നമുക്കൊന്ന് വേർഡ് ആക്കിയേ വേണ്ടു. ഹിൻസ് ഒരുപാട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ബർത്ത് തന്നിട്ടുണ്ട്, ഫേമസ് ആസ് തന്നിട്ടുണ്ട്, അച്ചീവ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് വർക്ക്സ് തന്നിട്ടുണ്ട്, ഡെത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ഒരു പ്രൊഫൈൽ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അടുത്തത് എന്ന് പറഞ്ഞാൽ ടില്ലിൻ്റെ ഒരു ഡയറിയാണ്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. ഞാനൊരു സംഭവം കാണിച്ചു തരാം, ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊന്ന് നിങ്ങൾ നന്നായി വായിച്ച് ബൈ ഹാർട്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. എല്ലാം സൂപ്പറായിട്ട് എഴുതാൻ പറ്റും ഈ ഒരു ഡയറി. ഇനിയും 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇത്രയും നിങ്ങൾക്ക് യൂസബിൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസബിൾ ആയ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഇത്രയുള്ള വീഡിയോ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.